നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഹുൽ പാങ്കൂട്ടത്തിലിൻ്റെ മുൻകൂർ ജാമ്യഹർജി തള്ളിക്കൊണ്ടുള്ള കോടതി വിധിയാണിത്. ഇൻ ദ കോർട്ട് ഓഫ് ദി സെഷൻസ് ജഡ്ജ് തിരുവനന്തപുരം ഓൺ തേഴ്സ്ഡേ 4th day of December 2025. കോടതിയിൽ നടന്ന വാദം എന്താണ്, കോടതിയുടെ അന്തിമ വിധി എന്താണ്, എല്ലാം ഈ വിധിയിൽ ഭദ്രമാണ്. പക്ഷേ ഈ വിധി വേണ്ടത്ര സത്യസന്ധതയോടെ സമൂഹത്തിൽ ചർച്ച ചെയ്യുന്നില്ല ആരും. രാഹുൽ പാങ്കൂട്ടത്തിലിൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്ന വിധിയാണ് ഇന്നലെ കോടതി പുറപ്പെടുവിച്ചത് എന്ന തലത്തിലായിരുന്നു ഉയർന്ന ചർച്ചകൾ. അതിനു പിന്നാലെ ഇനി രാഹുലിന് രക്ഷയില്ല, കീഴടങ്ങാനുള്ള ആഹ്വാനം പല കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നു. എന്നാൽ രാഹുൽ പാങ്കൂട്ടത്തിലിൻ്റെ അഭിഭാഷകർ പറയുന്നത് നിങ്ങൾ കണ്ണു തുറന്ന് സെഷൻസ് കോടതിയുടെ ആ വിധിയൊന്ന് വായിച്ചു നോക്കാനാണ്. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ വലിയ പ്രതീക്ഷയിലാണ്. ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ. രാഹുലിനെതിരെ അതിജീവിത ഉയർത്തിയ വാദങ്ങൾ ഇതിൽ കൃത്യമായി പറയുന്നു. ആ പരാതിയിൽ ഉന്നയിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചു. നിസ്സഹായയായ ഒരു യുവതി കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ രാഹുൽ പാങ്കൂട്ടത്തിലിനെ ബന്ധപ്പെടുന്നു. വെറും 4 ദിവസം മാത്രമാണ് ആ വിവാഹ ജീവിതം നീണ്ടുനിന്നത്. എന്നാൽ മറ്റൊരു കണ്ണിൽ ചതിക്കപ്പെട്ടവളായി അവൾ മാറി. രാഹുൽ ഒരു സൗഹൃദം സ്ഥാപിച്ച് പിന്നീട് നിർബന്ധിത ലൈംഗിക ബന്ധത്തിലേക്ക് കടന്നു. ബലാത്സംഗമാണ് നടന്നത്. നഗ്നചിത്രങ്ങൾ എടുത്ത് പിന്നീട് ഭയപ്പെടുത്തി ആ യുവതിയെ ബലാത്സംഗം ചെയ്തു. ഒപ്പം അവളെ ഗർഭിണിയാക്കി. പിന്നീട് ഗർഭചിത്രത്തിന് ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ച് അവളെ ഗർഭചിത്രം നടത്തിച്ചു. ഇതാണ് രാഹുലിനെതിരെയുള്ള കുറ്റപത്രം. പ്രോസിക്യൂഷൻ ഈ ഭാഗം നന്നായി അവതരിപ്പിക്കുന്നു. വിധിന്യായത്തിൻ്റെ 2, 3, 4 ഖണ്ഡികകളിലൊക്കെ പ്രോസിക്യൂഷൻ ഈ വാദം എങ്ങനെ ഉയർത്തുന്നു എന്ന് കൃത്യമായി പ്രതിപാദിക്കുന്നു. വിധിന്യായത്തിൻ്റെ 7ാം ഖണ്ഡികയിൽ പറയുന്നത് ദ പെറ്റീഷണർ ഈസ് ദ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി റെപ്രസെൻറ്റിംഗ് പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസി. ദ ഡിഫാക്ടോ കംപ്ലൈൻറ്റ് വിക്ടിം ഇൻ ദ കേസ് ഈസ് എ ജേർണലിസ്റ്റ് വർക്കിംഗ് ഇൻ എ TV ചാനൽ. ഭർത്താവിൽ നിന്ന് വേർപെട്ട് കഴിയുന്ന ഒരു സ്ത്രീ. രാഹുൽ മാങ്കൂട്ടം അവരുമായി സൗഹൃദം സ്ഥാപിക്കുന്നുവെന്നും ഇമോഷണൽ സപ്പോർട്ടിന് വേണ്ടി രാഹുലിനെ അവർ ആശ്രയിച്ചുവെന്നും ഈ ഖണ്ഡികയിൽ കൃത്യമായി പ്രതിപാദിക്കുന്നു. ഈ ഖണ്ഡികയിലാണ് സ്ത്രീയുടെ നഗ്നചിത്രങ്ങൾ എടുത്തത്, അതുപയോഗിച്ച് ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തത് തുടങ്ങിയ ഗൗരവതരമായ ആരോപണങ്ങൾ. എന്നാൽ എന്തായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ? എന്തുകൊണ്ട് രാഹുൽ പാങ്കൂട്ടത്തിലിന് കോടതി ജാമ്യം അനുവദിച്ചില്ല? ഇക്കാര്യങ്ങൾ വിശദമാക്കുന്ന 24 ഖണ്ഡികകൾ. ഒടുവിൽ 25ാം അവസാന പാരയിൽ കോടതി എന്തുകൊണ്ട് ജാമ്യം അനുവദിക്കുന്നില്ല എന്ന് കൃത്യമായി പ്രതിപാദിക്കുന്നു. രാഹുലിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ഉയർത്തിയ മറുവാദങ്ങളും ഈ വിധിന്യായത്തിൽ എടുത്തു പറയുന്നുണ്ട്. BJP CPM ഗൂഢാലോചന നടന്നു എന്ന് തെളിയിക്കുന്ന തലത്തിൽ തന്നെയാണ് രാഹുലിൻ്റെ അഭിഭാഷകൻ വാദിച്ചത്. എന്നാൽ രാഹുലിൻ്റെ അഭിഭാഷകർ വെളിപ്പെടുത്തുന്നത് മറ്റൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇന്നലെ കോടതിയിൽ ബെയിൽ ആപ്ലിക്കേഷൻ തള്ളപ്പെട്ടത്? സാധാരണഗതിയിൽ ഒരു വാദം നടക്കുന്നതിന് മുൻപ് പ്രതിഭാഗവും അഭിഭാഷകരും തമ്മിലൊക്കെ ചില കൂടിയാലോചനകൾ നടക്കും. ചെറിയ കള്ളം പറയണമെന്ന് പ്രതിയോട് അഭിഭാഷകർ ഉപദേശിക്കും. അതൊക്കെ കോടതിയിൽ ഈ കേസ് വിജയിക്കാൻ സഹായിക്കും. അതനുസരിച്ച് രാഹുലിൻ്റെ അഭിഭാഷക സംഘം രാഹുലിനും ചില ഉപദേശങ്ങൾ നൽകി. ചില കള്ളങ്ങൾ കോടതിയിൽ പറയണമെന്നാണ് രാഹുലിനോട് അവർ ആവശ്യപ്പെട്ടത്. എന്നാൽ ഒരു കാര്യത്തിൽ തുടക്കം മുതൽ രാഹുൽ ശാഠ്യം പിടിച്ചുവെന്ന് ഇപ്പോൾ അഭിഭാഷകർ വ്യക്തമാക്കുന്നു. താനും യുവതിയും തമ്മിലുള്ള ബന്ധം കോടതിയിൽ അവതരിപ്പിക്കുമ്പോൾ അതിൽ കള്ളം ചേർക്കരുത് എന്ന് അഭിഭാഷകർക്ക് രാഹുൽ നിർദ്ദേശം നൽകി. യുവതിയുമായി തനിക്ക് സൗഹൃദമുണ്ടായിരുന്നുവെന്നും അത് ലൈംഗിക ബന്ധം ഉൾപ്പെടെയുള്ള തലങ്ങളിലേക്ക് എത്തി എന്നും കോടതിക്ക് മുൻപാകെ സമ്മതിക്കണമെന്ന് രാഹുൽ തന്നെയാണ് അഭിഭാഷകരെ ഉപദേശിച്ചത്. ഇതാണത്രേ രാഹുൽ പാങ്കൂട്ടത്തിലിന് വലിയ വിനയായത്. എല്ലാം അഡ്മിറ്റ് ചെയ്തുകൊണ്ട് തന്നെ രാഹുൽ കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷ. രാഹുലിൻ്റെ ജാമ്യാപേക്ഷയിൽ എല്ലാം വ്യക്തമാണ്. യുവതിയുമായി സൗഹൃദം സ്ഥാപിക്കുന്നു, പിന്നീടത് ലൈംഗിക ബന്ധത്തിലേക്ക് കടക്കുന്നു. ഒരു കാര്യത്തിൽ മാത്രമാണ് രാഹുൽ എതിർപ്പ് പ്രകടിപ്പിച്ചത്. വിവാഹ ജീവിതത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആ സ്ത്രീയുടെ ഗർഭചിത്രത്തിന് പിന്നിൽ താൻ ഭീഷണിപ്പെടുത്തിയില്ല എന്ന നിലപാട്. അതിലപ്പുറം മറ്റ് ചില വാദങ്ങൾ കൂടി രാഹുൽ മുന്നോട്ട് വച്ചു. ആ ഗർഭത്തിന് ഉത്തരവാദി ഭർത്താവാണ് എന്ന തലത്തിൽ പ്രോസിക്യൂഷനെതിരെ എതിർവാദങ്ങൾ ഉയർത്തി പ്രതിയുടെ അഭിഭാഷകൻ. ഇക്കാര്യങ്ങളിൽ കോടതി വിശദമായ പഠനം നടത്തി. കോടതിയുടെ നിഗമനങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ 2 തലത്തിലാണ് വാദം മുന്നോട്ട് നീങ്ങിയത്. ഒരു വശത്ത് വിവാഹ ജീവിതത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീ
വൈവാഹിക ജീവിതത്തിലെ പ്രശ്നങ്ങളെ തുടർന്ന് വിവാഹബന്ധം വേർപെടുത്തി നിൽക്കുമ്പോഴാണോ രാഹുൽ അവരുമായി സൗഹൃദം സ്ഥാപിച്ചത്? യുവതി മുന്നോട്ട് വെച്ച ആർഗ്യുമെൻറ്റ് താൻ 4 ദിവസം മാത്രമാണ് ഭർത്താവിനൊപ്പം താമസിച്ചിരുന്നത് എന്ന്. എന്നാൽ രാഹുലിൻ്റെ അഭിഭാഷകൻ ജനുവരിയിലടക്കം ഭർത്താവുമൊപ്പം നിൽക്കുന്ന ചില ഫോട്ടോകൾ ഹാജരാക്കിയിരുന്നു. അതിന് പ്രോസിക്യൂഷൻ ഉയർത്തിയ വാദം മറ്റൊന്നാണ്. വൈവാഹിക ജീവിതത്തിൽ നിന്ന് മാറി യുവതി കഴിയുമ്പോഴും ഇടയ്ക്കൊക്കെ ഭർത്താവിനെ അഥവാ കണ്ടാൽ ഒരു ഫോട്ടോ അത് യാദൃശ്ചികമാകാം. ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ വന്ന ദിവസം അതും പ്രത്യേകതകളുണ്ടാകാം. ഭർത്താവും ഒന്നിച്ച് യുവതി മാസങ്ങളോളം താമസിച്ചിരുന്നു എന്ന പ്രതിഭാഗത്തിൻ്റെ വാദം പൂർണ്ണമായി കോടതി തള്ളിക്കളയുന്നില്ല. എന്നാൽ അത് വ്യക്തമായി സ്ഥാപിക്കുന്ന തെളിവുകൾ കോടതിക്ക് മുൻപാകെ എത്തിയതായി സൂചനയില്ല ഈ വിധിന്യായത്തിൽ. വിധിന്യായത്തിൻ്റെ 11ാം ഖണ്ഡികയിൽ ഈ യുവതിയും ഭർത്താവും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ചുള്ള വിശദീകരണമുണ്ട്. പ്രതിഭാഗം ഹിന്ദു മാരേജസ് ആക്ട് പ്രകാരം വിവാഹം നടന്നതിൻ്റെ തെളിവുകളൊക്കെ ഹാജരാക്കി. ഈ ഭാഗത്ത് പ്രതിഭാഗം കോടതിയിൽ ഹാജരാക്കിയ ചില തെളിവുകളെക്കുറിച്ചും കോടതി പരാമർശിക്കുന്നു. The petitioner also produced extension P8 Facebook post of the husband of the victim dated 6/1/2025 along with a photo of the duo. Even if it is considered for a moment that their marital relationship continued for further period than as stated by the victim, or that it is still continuing so far as the allegation against the petitioner is concerned, it is of little relevance. ഭർത്താവ് ഒന്നിച്ച് ആ യുവതി ഇപ്പോഴും താമസിക്കുന്നു, അല്ലെങ്കിൽ ഭർത്താവ് ഒന്നിച്ച് വെറും 4 ദിവസം മാത്രമാണ് അവർ താമസിച്ചത്. 2 വാദം. ഈ 2 വാദങ്ങൾ പരിശോധിക്കുമ്പോഴും ഈ കേസിൽ ഇത് ഇറലവൻറ്റ് ആണ് എന്ന് കോടതി നിരീക്ഷിക്കുന്നു. ചുരുക്കത്തിൽ ഭർത്താവ് ഒന്നിച്ച് യുവതി 4 ദിവസം മാത്രമേ താമസിച്ചിരുന്നുള്ളൂ എന്ന വാദം കോടതി അംഗീകരിച്ചില്ല എന്ന് വ്യക്തം. 12ാം ഖണ്ഡികയിൽ നിർണായകമായ ചില വിവരങ്ങളുണ്ട്. പൂർണ്ണമായും ഒരു ബലാത്സംഗമായി ഇതിനെ കോടതി കാണുന്നില്ല. എന്നാൽ ഒരു കൺസെൻഷ്വൽ സെക്സ് എന്നതിനെ അത്ര കണ്ട് കോടതി അംഗീകരിക്കുന്നുമില്ല. The main allegation as against the petitioner is not that the petitioner had entered into a sexual relationship with the victim by giving a false promise of marriage as one under section 69 of Bharatiya Nyaya Samhita, but it is one under section 64 of the Bharatiya Nyaya Samhita alleging rape. There is allegation that the petitioner had committed rape against her will and without her consent, and that too repeatedly, including rape on her knowing that the victim is pregnant. The late counsel for the petitioner vehemently argued that there can be no promise of marriage with a lady who is already married and the relationship between the two is purely consensual. The late counsel pressed his argument by stating that even the statement given by the victim reveals that the relationship between the two was a romantic relationship. It is discernible from the statement given by the victim that initially the relationship was a romantic relationship and that she fell in relationship when he invited her life for a lifelong relationship, and the sexual relationship initially was with her consent. However, the further narration of events in the statement given by the victim throws light on the fact that their relationship was not so sweet and smooth when she got pregnant. കോടതി ഈ പാരഗ്രാഫ് വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ ഒരു ക്രൂരമായ ബലാത്സംഗമാണ് അവിടെ നടന്നത് എന്ന് കോടതി നിരീക്ഷിക്കുന്നില്ല. വിധിന്യായത്തിൻ്റെ 13ാം ഖണ്ഡികയിൽ ഈ പരാതിക്ക് പിന്നിൽ ചില ഗൂഢാലോചനകൾ നടന്നു എന്ന പ്രതിഭാഗത്തിൻ്റെ വാദമാണ്. ഇതിനെ പൂർണ്ണമായും കോടതി നിരാകരിക്കുന്നില്ല എന്നത് ഏറെ ശ്രദ്ധേയം. What is perceived from the statement given by the victim before the police and magistrate is that in spite of the repeated setbacks from the hands of the petitioner, she was expecting a rethinking or return back by the petitioner giving her a beautiful life. Further, it is seen that at a weaker moment of her grief, she had revealed the difference of opinion between them and shared the phone chat between them to one of her friends who is working in another channel. And without the consent of the de facto complaint, the phone chat was published in their channel, and therefore the de facto complaint has faced a great extent of what remarks from the different corners. As stated, the broken relationship between the petitioner and the de facto complainant was aired and was the talk of the town, and in such circumstance, there is every chance of private chat between the de facto complainant
and the petition relating to this aspect and the voice clips pertaining to that has only little relevance. യുവതി തൻ്റെ സുഹൃത്തിന് ഈ വോയിസ് ചാറ്റുകളും സ്വകാര്യതകളുമൊക്കെ പങ്കുവച്ചത് ഒരു ദുർബല നിമിഷത്തിലാണ്. പക്ഷെ പിന്നീട് അവർ മറ്റൊരു ചാനലിലൂടെ ഇതൊക്കെ എയർ ചെയ്തു. ഇത് സിറ്റിയിൽ ടോക്കായി, അഥവാ കേരളത്തിൽ വലിയ സംസാരമായി. ഇതോടെ ഇരുവരും അകന്നു. ഇക്കാര്യങ്ങളിൽ കോടതി കൃത്യമായ നിരീക്ഷണമാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു പരാതി സമ്മർദ്ദത്തിലാണോ അല്ലയോ എന്നത് ഇറലവൻ്റ് ആണ് എന്ന് കോടതി നിരീക്ഷിക്കുന്നു. ചുരുക്കത്തിൽ ഈ പാരഗ്രാഫുകളിലൊന്നും അതിശക്തമായ കണ്ടെത്തലുകളിൽ കോടതി എത്തിച്ചേരുന്നില്ല എന്ന പ്രത്യേകതയുമുണ്ട്. 15ാമത്തെ പാരഗ്രാഫിൽ ഇതൊരു കൺസെൻഷ്വൽ സെക്സ് ആണോ റേപ്പ് ആണോ എന്നതിനെക്കുറിച്ച് വിശദമായ പ്രതിപാദ്യമുണ്ട്. ഇക്കാര്യത്തിൽ കോടതി ഒരു റേപ്പ്, ഒരു മൃഗീയമായ ബലാത്സംഗം എന്ന തലത്തിലൊന്നും ഇതിനെ കാണുന്നില്ല. എന്നാൽ ഗർഭഛിദ്രത്തെ സംബന്ധിച്ച് യുവതി ആ കുഞ്ഞിനെ നിലനിർത്താൻ ആഗ്രഹിച്ചിരുന്നുവെന്നാണ് കോടതിയുടെ നിരീക്ഷണം. ഇതൊരു നിർബന്ധിത ഭീഷണിപ്പെടുത്തിയുള്ള ഗർഭഛിദ്രമാണ് എന്ന യുവതിയുടെ വാദങ്ങൾക്ക് ബലം പകരാൻ കുറച്ച് വാട്സാപ്പ് ചാറ്റുകളും ശബ്ദരേഖകളുമൊക്കെ പ്രോസിക്യൂഷൻ കോടതിക്ക് മുൻപിൽ ഹാജരാക്കി. എന്നാൽ ഇവിടെ പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞത് മറ്റ് നിരവധി വാട്സാപ്പ് ചാറ്റുകളും ശബ്ദരേഖകളുമൊക്കെയുണ്ട്. അതൊക്കെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ട സ്ഥിതിയിലാണ്. കോടതി കണ്ടെത്തിയത് ഇത് മാത്രം. അതൊക്കെ കൃത്യമായി ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്താം. പക്ഷേ ഇപ്പോൾ പ്രാഥമിക വാദമാണ് നടത്തുന്നത്. ആരോപണം വളരെ ഗൗരവമേറിയതാണ്, കുറ്റകൃത്യം കടുപ്പം. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ പ്രതിക്ക് ജാമ്യം അനുവദിക്കാൻ കഴിയൂ. ഇറ്റ് ഈസ് സബ്മിറ്റഡ് ബൈ ദ ലേൺ പബ്ലിക് പ്രോസിക്യൂട്ടർ ദാറ്റ് ദ മൊബൈൽ ഫോൺ ഓഫ് ദ ഡിഫാക്ടോ കംപ്ലൈനന്റ് സീസ്ഡ് ബൈ ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഈസ് പ്രൊഡ്യൂസ്ഡ് ബിഫോർ magistrate court and it need to be sent to the forensic science laboratory for examination, and only then the messages and chats which were not peripherally available in the phone can be retrieved. According to the learned public prosecutor, many of the messages and voice chats may be deleted as these are all vulnerable. However, there is a prima facie material to show insistence of causing miscarriage. The magnitude of the offence alleged under section 89 of ഭാരതീയ ന്യായ സംഹിത ഇൻ ഗ്രേവ്. കൃത്യമാണ് കോടതിയുടെ നിരീക്ഷണം. 22ാമത്തെ പാരഗ്രാഫിൽ കോടതി അത് വ്യക്തമാക്കുന്നു. The court is not unmindful of the fact that frivolity in prosecution is also a factor to be considered, and that it is essential to see whether the complaint is raised only to harass or humiliate the petitioner. In the backdrop pursuing election and in view of the fact that the petitioner being a prominent politician, lodging the complaint to ignite a controversy cannot be ruled out. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. പ്രതി അറിയപ്പെടുന്ന ഒരു പൊളിറ്റീഷ്യനും. അതുകൊണ്ട് തന്നെ ഈ പരാതി പൂർണ്ണമായും നീതിപൂർവമാണോ എന്ന കാര്യത്തിൽ കോടതി സംശയം പ്രകടിപ്പിക്കുന്നു. This court is not oblivious of the scenario or backdrop upon which this complaint is initiated after a considerable delay. However, in view of the materials placed by the prosecution which prima facie shows that the involvement of petitioner in the offence alleged, it appears that the exceptional jurisdiction to grant a pre-arrest bail cannot be invoked in this case. ജില്ലാ സെഷൻസ് കോടതി പൂർണ്ണമായും പ്രതിഭാഗം അഭിഭാഷകരുടെ വാദങ്ങൾ തള്ളിക്കളയുന്നില്ല എന്ന് വേണം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ തങ്ങൾക്ക് അനുകൂല വിധി കിട്ടും എന്ന പ്രതീക്ഷയിലാണ് രാഹുൽ മങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകർ. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ നടന്ന വാദപ്രതിവാദങ്ങളും ഒടുവിൽ വന്ന വിധിന്യായവുമാണ് നമുക്ക് മുന്നിലുള്ളത്. ഇവിടെ രാഹുൽ മങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റ് ഒട്ടും കുറച്ചു കാട്ടുന്നില്ല. എങ്കിലും നിയമം അതിൻ്റെ കണ്ണിലൂടെ ഈ കേസിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ കൃത്യമായി അവതരിപ്പിക്കുക മാത്രം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.